ഹായ് നമസ്കാരം. ജീവിക്കാൻ ഒരു വഴി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭവാനി അമ്മയാണ്. പച്ചയായ ജീവിതം കാണിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഭവാനി അമ്മ. പ്ലീസ് വെൽക്കം ഭവാനി അമ്മ. ഉറപ്പിച്ചാണ്. നീരാണ്. വിടാതെ ഇരിക്കണം കേട്ടോ. മുടിയൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കരിമ്പം തല്ലിയാണ് ജയിക്കണം. ശരി. അപ്പൊ നമുക്ക് വേറൊരാളെ കൂടെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഭവാനി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളോട് വന്നിട്ടുണ്ട്. വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന ആൾ തന്നെയാണ്. അപ്പൊ സ്വാഗതം ചെയ്യാം. ഓക്കെ ചേട്ടാ, വെൽക്കം. ചേട്ടോ എവിടെ ഇരിക്കൂ? ഇവരുള്ള പരിപാടിയിലാണ്. ചേട്ടാ എവിടെ ഇരിക്കൂ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പുരുഷനല്ലേ? എന്നാണ്? അല്ല പുരുഷനല്ലേ, പേര് പുരുഷൻ. എന്നെ കണ്ടിട്ട് സ്ത്രീ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്റെ മൂക്കിന്റെ താഴെ തേക്കുന്ന തുമ്പപ്പൂ അല്ല, മീശയാണ്. പുരുഷനാണ്, പുരുഷൻ, നല്ലൊരാണ്. ഞാൻ പേരാണ് ചോദിച്ചത്. പുരുഷനാണോ? ഒരു കാര്യം ചെയ്ത് എടാ കൊച്ചാ, ഇവന് സംസാരിക്കാൻ അറിയാമല്ലോ, മനുഷ്യനെ അറിയാവാ. സംസാരിക്കാൻ അറിയാവുന്ന ഒരാള്. ഇണങ്ങാൻ കൊള്ളിക്കാത്ത. അല്ലല്ല, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഒരു സംഭവമുണ്ട്. കാരണം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൈ കൊടുത്ത് കറക്റ്റായിട്ട് പോവാ. നീ ഞങ്ങളുടെ അച്ഛനും ഇതിന്റെ ഭാര്യയല്ല, കൈതൊന്നും ഞങ്ങളെ കല്ല് കിട്ടിച്ചു. അല്ല, ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ് പ്രോഗ്രാമിൽ. കേസുമില്ല. എനിക്ക് ഇവരെ കുറിച്ച് പറയാനുള്ള കാര്യമൊക്കെ പറയണം. ഞങ്ങളുടെ ഇക്കിളിക്കുന്ന് പഞ്ചായത്തിനെ നശിപ്പിച്ചൊരു ഒരിക്കലുമില്ല. ചർച്ചയിൽ ഒരിക്കലുമില്ല. കാരണം കുടുംബശ്രീ വഴിയിൽ ഏറ്റവും നല്ലൊരു ജോലിക്കാർക്ക് കിട്ടിയ സമ്മാനമാണ്. ഏറ്റവും നല്ല ജോലിക്കാർക്ക് കിട്ടിയ കുടുംബശ്രീ വക സമ്മാനം കിട്ടി. എടുത്തോണ്ട് പോകുന്ന തന്നതാണ് ഇവിടുന്ന്. ഈ പരമേശ്വരൻ ചേട്ടനും അവരുടെ മൂത്ത പെങ്ങളത് അന്ന് കിട്ടതാണ്. ഇവരുടെ ഈ ഒച്ച അലക്കം കാരണം ആ പഞ്ചായത്തിൽ സ്ഥലത്തിന് വില പറഞ്ഞറിയാമോ? ഭയങ്കര ഇവരുടെ കുടുംബം. മര്യാദക്ക് പുറത്തില്ലെങ്കിൽ ഞാൻ ഉറപ്പിക്കുകയില്ല. എന്താ സംഭവം? കാര്യം കറക്റ്റ് ആയിട്ട് എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, നമ്മളിവിടെ ചർച്ചയിലാണ് വന്നേക്കണം. ചർച്ചയിൽ വേണ്ടിയാണോ? അപ്പൊ എന്താണ് കാര്യം? അവനമ്മ എന്താ പ്രശ്നം ഉണ്ടാണ്? കാര്യം പറയാം. ഒന്നുമില്ല. എന്റെ ഭർത്താവാണ് കുമാരൻ ചേട്ടൻ. മരിച്ചുപോയി അങ്ങേരി. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. മൂന്നാമത്തെ ഭർത്താവ്. അതെ. പിന്നെ ഞാൻ ഈ പരിപാടിക്കില്ല. അതല്ല, പ്ലീസ് സമയം തരാം. ഓക്കെ. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ കുമാരൻ ചേട്ടൻ നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അതെ, മരിച്ചുപോയി. അപകടം വരുത്തി വെച്ച് മരിച്ച മനുഷ്യനാണ്. സാധാരണ വന്നുപടിയാണ്. ഇത് അപകടം ഉണ്ടാക്കിയതാണ് മനുഷ്യൻ. പുള്ളിക്ക് തൊട്ടി കുളിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അന്ന് പണിയും കഴിഞ്ഞ് വന്ന് ഒരു 6-6:30 മണിയായപ്പം തോട്ടി കുളിക്കാൻ പോണെന്നും പറഞ്ഞത് പുറത്തും കൊണ്ട് പോയ മനുഷ്യനാണ്. ഞാൻ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് താറാവിറങ്ങിയേടി എന്നും പറയും. ഞാൻ ചോദിച്ചു, ഞാനാണോ താറാവിന്ന് ഇറക്കി വിട്ടത്? ഇത് നല്ല കുയിലി. ഞാനിനി മോട്ടോർ ചെയ്ത് കുളിക്കാൻ പോണെന്നും പറഞ്ഞത് അതുപോലത്തെ വയറും മാടിക്കൊണ്ട് പോയ മനുഷ്യനാണ്. ഇപ്പൊ സംഭവിച്ചത് സ്വിച്ച് ബോർഡിനകത്ത് വയറ് കുത്തിയിട്ടിരിക്കാഞ്ഞിട്ട് 2 ഇഞ്ച് ഡാണി വെച്ച് ഉറപ്പിച്ചാണ് കുത്തി. പിന്നെ പിറ്റേ ദിവസം കിഴക്കുറത്തെ പിള്ളേര് വന്നാണ് കുളിപ്പിക്കുന്നത്. മരിച്ചു പോയില്ലേ? കറണ്ടടിക്കാലേ, സ്റ്റോക്ക് അടിക്കാലേ. ഇപ്പൊ ഞാൻ തെറ്റിച്ചു. നീ പറഞ്ഞു തന്നില്ലായിരുന്നു. മകനുണ്ട്, ഫുൾ ടൈം വെള്ളമാണ്. ഫുൾ ടൈം താമര, ഫുൾ ടൈം വെള്ളം. ചെറുപ്പക്കാരനാണ് അവർക്ക് ഇങ്ങനെ മദ്യപിക്കുന്നവര്. എന്റെ മകൻ സ്വച്ഛതക്കേടാണ് ഇവൻ. അവന്റെ കല്യാണമൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഇവനെ ഒരു പെണ്ണുമായിട്ട് ആ അമ്പലത്തിന്റെ വടക്കുറത്തെ അശോകത്തെ മകളുമായിട്ട് പ്രണയം. ഏതമ്പലം? നമ്മുടെ കണിച്ചുള്ള. അങ്ങനെ പ്രണയം വന്നപ്പോ ഇവൻ എന്നോട് പറഞ്ഞ, അമ്മേ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ കല്യാണം കഴിക്കുന്ന എനിക്ക് ജോലി തന്നെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ജോലിയൊക്കെ കല്യാണം കഴിച്ച് വായിക്കോളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു കല്യാണം നടക്കാം. പെണ്ണിനെ പറ്റി ഞാൻ തിരക്കിയപ്പോ ചുവള്ള പെണ്ണല്ല. അല്ല, പെണ്ണ് എവിടെയാണ് സ്ഥലം? പെണ്ണിന്റെ സ്ഥലം എവിടെയാണ്? അത് നമ്മുടെ തെക്കുവശം തന്നെ. സ്നേഹിച്ച് കെട്ടിയതാണ്. അങ്ങനെ ഇവിടെ കല്യാണം ചെയ്യണ്ടെന്നും പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞ് വഴക്കിട്ട് ബഹളായി, ഒച്ചയും ബഹളവും ഒക്കെ ഇട്ട് ഇപ്പം വൈകുന്നേരം പോയുള്ള കള്ളെല്ലാം കൂടെ മേടിച്ച് കുടിച്ചും വന്ന് എന്നോട് കുറെ ചീത്ത. കേൾക്കാൻ കൊള്ളാവുന്ന കൊള്ളിയല്ലാത്തതുള്ളൂ. 2 ഞാനെടുത്തു. അങ്ങനെ തെറി പറഞ്ഞ് വെച്ച് ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് അല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന കയറും എടുത്തിട്ട് മരത്തിന്റെ മേളിൽ കയറി. എന്റെ ദൈവമേ, മരത്തിന്റെ തുഞ്ചത്തി ചെന്ന് കയറി. മരത്തിന്റെ മേളിൽ ചെന്ന് വിടലേക്ക് കുരുക്കിട്ടേക്ക് എടുത്ത് ചാടി. ഇത് വിഷമം ഉണ്ടെന്നറിയാം. ദൈവാധീനം കൊണ്ട് മരിച്ചില്ല. ഇവര് ഈ വെപ്രാളത്തിൽ മരത്തെ കയറി കെട്ടാൻ മറന്നുപോയി. അങ്ങനെ അവിടുന്ന് കമ്പ് പൊടിഞ്ഞ് താഴത്ത് വീണ് കാല് കീറി 7-8 സ്വിച്ച് അന്നിട്ട്.
ഇപ്പൊ ഞാൻ തെറ്റിച്ച് പറഞ്ഞു തെറ്റിച്ച് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ഡോക്ടറെ ഇവിടെ എന്റെ ദൈവമേ സത്യം പറഞ്ഞെന്താ ഇവിടുന്ന് സീരിയലായിട്ടാണ് ഞങ്ങൾ പോണത്. എന്താ സീരിയലായിട്ട് സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാണ് പോയത്. ഓ അപ്പൊ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അപ്പൊ? പണ്ടാരത്ത്. അത് ശരി. അവിടെ ചെന്ന് സത്യാഗ്രഹത്തിൽ കൊണ്ടുവന്ന് കിടത്തി. സത്യാഗ്രഹമല്ല ഇത്, അത്യാഹിതം. പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയിൽ പിന്നെ നോവലാകണം. ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂക്കോസ് കയറ്റി കഴിഞ്ഞാൽ നോർമലായെന്ന് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കൂടെ ചീട്ടൊക്കെ കുറിച്ച് തന്ന് പുറത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമല്ല. ബ്ലഡ് അല്ല, ബ്ലഡ്. ഞാനും ചർച്ച നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടപ്പ ഞാനല്ലോ. അങ്ങനെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോ ഈ രക്തം ടെസ്റ്റ് ചെയ്തു, പിന്നെ വേറെ ഏതാണ്ടൊക്കെ യൂറിയ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ നോക്കിച്ചപ്പോ ഈ ചെറുക്കനി ടൈൽ റോഡിന്റെ കുഴപ്പമുണ്ട്. ടൈൽ റോഡ് സ്റ്റേഡിയം കുറഞ്ഞു പോയി. ഇതിനിടക്ക് തീറ്റിക്കാനായിട്ട് ഉണ്ടായി ചെറുക്കനാണ്. എന്റെ കല്യാണം ചെയ്ത് കൊടുത്തേ ഇവനാ. എനിക്ക് ഞാൻ എല്ലാ ദിവസവും ഞാൻ അതുപോലെ ഞങ്ങൾ അറിയാം, നേരത്തെ അറിയാം. പിന്നെ കെട്ടിച്ചു കൊടുത്ത് പത്തരം മാറ്റി തങ്കാണ് കൊണ്ടാണെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ. പത്രം മാറ്റി തങ്കല്ലേ അവള്? തങ്കായത് കൊണ്ടാണ് അയലന്തരത്തെ പിള്ളേർ വരച്ച് നോക്കിച്ചിട്ട് തന്നു വിട്ടത്. അറിയാം. എന്നിട്ട് അവള് ഇപ്പോഴും പൊറിപ്പിക്കാനല്ല എന്നെ. അവക്ക് എന്നെ ആരാണ് വീട്ടിൽ വിഷയം ഉണ്ടാക്കുന്നത്? വേറൊരു കാര്യമുണ്ട്, ആ കുടുംബത്തിൽ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ള ഒരാള് കുമാരൻ ചേട്ടൻ. കുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞാ നീ എന്നാണ് ഈ പറയുന്നത്? പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നെ 5-6 അടി പൊക്കം, തടിയൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി. കാണാനും കൊടുക്കണായിരുന്നു. അഭ്യാസിയായിരുന്നു. പക്ഷെ ഇതൊക്കെ പക്ഷെ ഇതൊക്കെ കിഴക്കോർത്ത് അമ്മയുടെ വീട്ടിലാണ് അഭ്യാസം മുഴുക്കം കാണിക്കുന്നത്. നമ്മുടെയൊക്കെ കാണിക്കല്ലോ. പുള്ളി അവിടെ ആയിരുന്നേ. എവിടെയാണ്? അമ്മയുടെ വീട്ടിൽ. ചേട്ടത്തിന്റെ വീടോ അനിയത്തിന്റെ വീടോ വല്ലോ? നമ്മുടെ പൈരന്തത്തെ വീടാണ്. അതുകൊണ്ടല്ലേ ഈ പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും ഇന്ന് വരെ പേപ്പറിൽ ഒരു പടവും കണ്ടിട്ടുണ്ട്. പേപ്പറിലൊക്കെ പടം വന്ന്. പിന്നെ കുമാരചേട്ടൻ അന്ന് പിന്നെ പാള പോലത്തെ നിക്കറും കൂർത്ത തൊപ്പിയൊക്കെ വെച്ച പോലീസുകാരൻ. എനിക്ക് ഓൾറെഡി അങ്ങനെ എപ്പോഴും ഉള്ളതാണ്. ഈ മനുഷ്യനെ അന്ന് നിക്കറുടെ പോലീസുകാർ പിടിച്ചോണ്ട് പോയിട്ട് തല്ലി. കണ്ടരുമാനം. പിന്നെ കണ്ടരുമാനം തല്ലിയിട്ട് ഒരു അക്ഷരം കുമാരചേട്ടൻ മിണ്ടിയില്ല. അതാണ് ഒരു ആണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുമാരചേട്ടൻ നല്ലൊരു ഒരു ആണായിരുന്നു, ഒരു പുരുഷനായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ മാൻ. ഒരു അക്ഷരം മിണ്ടില്ല എന്നൊക്കെ കരുതിയാണ് ഞാനും ഇരുന്നത്. ഈ കുമാരചേട്ടന്റെ വായിക്കകത്ത് തോർത്തെല്ലാം കൂടെ ചുരുട്ടി വെച്ചാണ് തല്ലും മുഴുവൻ തല്ലിക്കൂട്ടണത്. പിന്നെ എങ്ങനെ നിലവിളിക്കണം? പിന്നെ കണ്ണുനീര് വീടിനെ കാണുമ്പോൾ അറിയാൻ കുത്തിയിരുന്ന് നിലവിളിക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഭഗവാനെ കണ്ണൂരാണ് കാസർഗോട്ടാണ് എങ്ങാണ്ട് ചെല്ലിനകത്ത് കൊണ്ട് ചെന്ന് പിടിച്ച് കിടത്തി മലത്തി കിടത്തിക്കൊണ്ട് ഇവന്മാരെല്ലാം കൂടെ ഈ സൂക്ഷിച്ച കാലം നെഞ്ചത്തിട്ട് ചവിട്ടി. അറിയാവാ എന്ത് വിഷമം ഉണ്ടാവും? പക്ഷെ കുമാരൻ ചേട്ടന് ഓരോ ചവിട്ട് കിട്ടുമ്പോഴും മലത്ത് കിടന്നിട്ട് ചിരിയാണ്. ചവിട്ട് കിട്ടുമ്പോഴും മലന്ന് കിടന്നിട്ട് ചിരിക്കും. ആണത്തല്ല, ഞാൻ പറഞ്ഞില്ല നിക്കറുടെ പോലീസുകാരാണെന്ന്. ഒരു കാര്യം നോക്കിയപ്പോ ഏതാണ്ട് കണ്ടു. അല്ല, എന്നാലും നമ്മൾ ഒരു അവാർഡ് കിട്ടിയ സ്ത്രീ ആണല്ലോ. അപ്പൊ നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ആയതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകണം. അറിഞ്ഞ ആ വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട. വീട്ടിലുള്ളവരെയൊക്കെ നല്ലതാണ്. അയലന്തരത്തുള്ളവര് എല്ലാം നല്ലതാണ്. പിന്നെ ഇവന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്ന വെള്ളം പോലെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പാവം കുഞ്ഞാണ്. ഇവിടെ വന്ന് ഞാൻ എല്ലാം ചോദിക്കും. ഇവന്റെ എല്ലാ കാര്യവും എന്നോട് പറയും. പിന്നെ ഏറ്റവും ശ്രദ്ധായിട്ടുള്ള കാര്യം പോലെ ഈ അടുത്ത് എന്താണ് പറഞ്ഞിരുന്നത്? ഈയിടക്കല്ല, കുറെ നാളത്തേക്ക് മുന്നേ അന്ന് വെള്ളം കുടിച്ചൊക്കെ നടക്കുമെങ്കിലും ഇവൻ കുഴപ്പമൊന്നും ഇല്ലാതെ കണ്ടു. അന്ന് വെള്ളം കുടിയൊക്കെ നിർത്തിക്കളഞ്ഞു. അന്നേച്ചും ഇവൻ വന്ന് കുളിയും കഴിഞ്ഞ് അകത്തേക്ക് കട്ടിലേ ഇരുന്ന് രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് പുരാണമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇവൻ ഇറങ്ങിപ്പോവും. പിന്നെ അങ്ങനെയൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ
ദൈവത്തിനറിയാം. പിന്നെ ഇത് പറ. അപ്പൊ അങ്ങനെ ഈ കൊച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചത്, ഈ കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമായില്ല, വിശേഷമൊന്നും ആയില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു മൂത്തമ്മ വിശേഷമായിട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടൻ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു വിശേഷമായിട്ടിരിക്കുന്നു പറഞ്ഞപ്പോ ഇവൻ വട്ടം പൊക്കി എടുത്ത് കോരിയെടുത്ത് കറക്കി ചെയ്യല്ലേ അങ്ങനെ സന്തോഷം കൊണ്ട് നമ്മള് കോരിയെടുത്ത് കറക്കി എന്നുവെച്ചാൽ ആപ്പിള് പറഞ്ഞു മുന്തിരിയൊക്കെ തിന്നാൻ മേടിച്ച് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഞാൻ വിശേഷ കാര്യം ഓർത്തു. പിന്നെ അയ്യോ ഞാനിതുപോലെ വിശേഷമായിട്ട് സമയത്ത് എന്നിട്ട് മിനിമം കർക്കിടക മാസം ഞാൻ തെറ്റിച്ചെന്ന് നീ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിശേഷ സമയത്ത് ഈ കുമാരൻ ചേട്ടൻ പണിയും കഴിഞ്ഞ് വരാനായിട്ട് ഞാൻ നോക്കിയിരിക്കേ. നോക്കറ്റാന്ന് കുറച്ച് കണ്ണു നേട്ടെന്നും പറഞ്ഞ പോലെ നമ്മുടെ പെരയുടെ തിണ്ണെ കുത്തിയിരിക്കേ. കുമാരൻ ചേട്ടൻ കയ്യും കാലും കഴിയ കത്താട്ട് വന്ന ഉടനെ ഞാൻ ഓടിച്ചെന്ന് ചട്ടന്റെ കുടറെ പിടിച്ച് വലിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു കാര്യമുള്ളൂ. ഞാൻ ചോദിക്കണം അടുക്കളയിൽ കൂടെ ജയിക്കെല്ലാം കൊണ്ടുപോകാനാടിയെന്ന്. ഇങ്ങനെയാണോ ഒരു വിശേഷമായ കാര്യം പറയുമ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അതല്ല കുമാരൻ ചേട്ടാന്ന് പറഞ്ഞ് അടുക്കളയെ കൊണ്ടുചെന്നു. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളെന്ന് വെച്ചു പറഞ്ഞപ്പോ പറയണ് ബ്ലേഡുകാരൻ എണ്ണാച്ചുകൊണ്ടും പോയാടിയെന്ന്. എനിക്ക് വേറെ ചെറുക്കായിരിക്കും പിന്നെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞ അതല്ല കുമാരൻ ചേട്ടാ വിശേഷമായിട്ടിരിക്കുകയാണ് ഞാൻ. കുമാരൻ ചേട്ടൻ അച്ഛനാകാൻ പോകണമെന്നും പറഞ്ഞു തീർന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഇതുപോലെ തന്നെ വട്ടം പൊക്കിയെടുത്ത് കോരിയെടുത്ത് കറക്കി വെച്ച് കിഴക്കെ പറമ്പിലോട്ട് ഒത്തിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് 3 ദിനം കാര്യം പറഞ്ഞു. അപ്പൊ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. ഇന്ന് ഈ ഫ്ലോറിൽ വെച്ച് അമ്മക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചിരിക്കും. ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞോ, ഉറപ്പായിട്ട് സാധിച്ചു തരും. നേരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 10 സെന്റ് സ്ഥലവും 2 നില വീടും കൂടെ വെച്ച് തരാൻ പറ്റുമായിരുന്നു. ദേ ഈ ചെറുക്കൻ പറഞ്ഞത് കേട്ടാ, എനിക്ക് 10 സെന്റ് സ്ഥലവും 2 നില വീടും. ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടാ, ഞാൻ പോലും വാടക താമസിക്കണത്. ലൈവായിട്ടുള്ള പ്രോഗ്രാമാണത്. അത് കണ്ടല്ലോ, ഈ പ്രോഗ്രാമിന്റെ പേര് കണ്ടോ? ഇതെല്ലാം വാടകക്കാണ്.